My dear friends, today we can talk about consonants in detail. Consonants have been classified based on a particular criteria. The first one is the air-stream mechanism. Second one is the position of the vocal cords. Third one is the position of the soft palate, place of articulation, manner of articulation, articulators involved. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കോൺസണൻസ് ഡീറ്റെയിൽ ആയിട്ടാണ്. അപ്പോൾ അതിന് കോൺസണൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയയിലാണ്. അതിലൊന്നാണ് എയർ സ്ട്രീം മെക്കാനിസം ഇൻവോൾവ്. ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് പൾമണിക് അഗ്രസീവ് എയർ സ്ട്രീം മെക്കാനിസം ഈസ് യൂസ്ഡ്. ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എയർ സ്ട്രീം മെക്കാനിസം പൾമണിക് അഗ്രസീവ് എയർ സ്ട്രീം മെക്കാനിസമാണ്. The second one is the position of the vocal cords. The position of the vocal cords decides whether a sound is voiced or voiceless. രണ്ടാമത്തത് ഒരു സൗണ്ട് വോയിസ്ഡ് ആണോ വോയിസ്ലെസ് ആണോ എന്ന് തീരുമാനിക്കുന്നത് പൊസിഷൻ ഓഫ് ദ വോക്കൽ കോഡ്സ് ആണ്. വോക്കൽ കോഡ്സ് വൈഡ് അപ്പാർട്ട് ആയി കഴിഞ്ഞാൽ അവിടെ വോയിസ്ലെസ് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. വോക്കൽ കോഡ്സ് ലൂസിലി ഹെൽഡ് ടുഗെദർ ആണെങ്കിൽ അവിടെ വോയിസ്ഡ് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് മൂന്നാമത്തേതായിട്ടുള്ള പൊസിഷൻ ഓഫ് ദ സോഫ്റ്റ് പാലറ്റ്. ദ പൊസിഷൻ ഓഫ് ദ സോഫ്റ്റ് പാലറ്റ് ഡിസൈഡ്സ് വെദർ എ സൗണ്ട് ഈസ് ഓറൽ ഓർ നെയ്സൽ. സോഫ്റ്റ് പാലറ്റിൻ്റെ ഉയർച്ച താഴ്ചയ്ക്ക് അനുസരിച്ചാണ് ഒരു സൗണ്ട് നെയ്സലാണോ ഓറലാണോ എന്ന് തീരുമാനിക്കുന്നത്. സോഫ്റ്റ് പാലറ്റ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓറൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും, ലോവർ ചെയ്ത് കഴിഞ്ഞാൽ നെയ്സൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ ദാറ്റ് വി വിൽ ഡിസ്കസ് ടുഡേ. ആഫ്റ്റർ ദാറ്റ് മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ. Then articulators involved. അപ്പോൾ നമ്മൾ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആർട്ടിക്കുലേറ്റേഴ്സ് നിർബന്ധമാണ്. there are two types of articulators, passive and active. രണ്ട് രീതിയിലുള്ള ആർട്ടിക്കുലേറ്റേഴ്സ് ആണുള്ളത്. ഒന്ന് പാസീവ് ഉണ്ട്, ആക്റ്റീവ് ഉണ്ട്. പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സ് വിൽ നെവർ ബി മൂവ്ഡ്. അവയൊന്നും ചലിക്കുന്നില്ല. പാസീവ് ആർട്ടിക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ റൂഫ് ഓഫ് ദ മൗത്തിൽ വരുന്ന ടീത്ത് റിഡ്ജ്, അതുപോലെ ഹാർഡ് പാലറ്റ്, അപ്പർ ഫ്രണ്ട് ടീത്ത്, ഇതൊന്നും ചലിക്കുന്നില്ല. പക്ഷേ ടങ്, ലോവർ ലിപ്പ്, ഇതൊക്കെ വരുന്നത് ആക്റ്റീവ് ആർട്ടിക്കുലേറ്ററാണ്. ഇത് മൂവ് ചെയ്യും. അപ്പോൾ അതാണ് ടങ്ങും ലോവർ ലിപ്പൊക്കെ ആക്റ്റീവ് ആർട്ടിക്കുലേറ്ററിലാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എയർ സ്ട്രീം മെക്കാനിസം കഴിഞ്ഞു, വോക്കൽ കോഡ്സ് പൊസിഷൻ കഴിഞ്ഞു, സോഫ്റ്റ് പാലറ്റിൻ്റെ പൊസിഷൻ നമ്മൾ മനസ്സിലാക്കി. ദെൻ ലെറ്റ് us talk about the place of articulation. Here the based on the place of articulation, these consonants have been classified bilabial, labiodental, dental, alveolar, post-alveolar, palato-alveolar, palatal, velar, glottal. ഇങ്ങനെയാണ് പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ വഴി കോൺസണൻസിനെ തിരിച്ചിരിക്കുന്നത്. അതിനെ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ എന്ന രീതിയിൽ കോൺസണൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബൈലേബിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് ലിപ്സ് ആർ ഇൻവോൾവ്. ബൈലേബിയൽ പ്രൊഡക്ഷൻ ഓഫ് ബൈലേബിയൽ സൗണ്ട്സ്, ബോത്ത് ലിപ്സ് ആർ ഇൻവോൾവ്. ബൈലേബിയൽ കോൺസണൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ രണ്ട് ലിപ്സും ഇൻവോൾവ് ആണ്. ലോവർ ലിപ്പ് ഈസ് ദ ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ, അപ്പർ ലിപ്പ് ഈസ് ദ പാസീവ് ആർട്ടിക്കുലേറ്റർ. ലോവർ ലിപ്പ് ആക്റ്റീവും അപ്പർ ലിപ്പ് പാസീവുമാണ്. അതിൽ എക്സാമ്പിൾ പ, ബ, മ, വ. ഇത്രയും സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ലോവർ ലിപ്പും അപ്പർ ലിപ്പും വേണം. നെക്സ്റ്റ് വൺ ഈസ് ലാബിയോ ഡെന്റൽ. ലാബിയോ ഡെന്റൽ സൗണ്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് വിത്ത് ദ lower lip is the active articulator and the upper front teeth is the passive articulator. ഇവിടെ ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ ലോവർ ലിപ്പും അപ്പർ ഫ്രണ്ട് ടീത്ത് അപ്പർ ലിപ്പുമാണ്. അപ്പർ ഫ്രണ്ട് ടീത്തുമാണ്. അപ്പർ ലിപ്പല്ല, അപ്പർ ഫ്രണ്ട് ടീത്താണ്. ഫ എന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വ എന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വ ലോവർ ലിപ്പ് വിച്ച് ഈസ് റൈസ്ഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്പർ ഫ്രണ്ട് ടീത്ത്. അപ്പോൾ ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ ലോവർ ലിപ്പ്, അപ്പർ ഫ്രണ്ട് ടീത്ത് passive articulator. Then next one is dental. Here the active articulator is tip of the tongue which is raised in the direction of upper front teeth. ഇവിടെ ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ ടിപ്പ് ഓഫ് ദ ടങ് ആണ്. അത് എങ്ങോട്ടാണ് റൈസ് ചെയ്യുന്നത്? അപ്പർ ഫ്രണ്ട് ടീത്തിൻ്റെ നേരെ. ഇതാണ് ഡെന്റൽ സൗണ്ട്സ് വരുന്നത്. നെക്സ്റ്റ് ഇസ് alveolar. Alveolar sounds are articulated with the tip and blade of the tongue is raised in the direction of teeth ridge. ഇവിടെ ആൽവിയോളർ സൗണ്ട്സിൻ്റെ ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ ടിപ്പ് ആൻഡ് ബ്ലേഡ് ഓഫ് ദ ടങ്ങും പാസീവ് ആർട്ടിക്കുലേറ്റർ ടീത്ത് റിഡ്ജും ആണ്. അപ്പം എക്സാമ്പിൾസ് അതിൽ സൗണ്ട്സ് എക്സാമ്പിൾ വരുന്നത് ട്, ഡ, സ,
z, n, l. ഈ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യണം നമ്മൾ ടിപ്പ് ഓഫ് ദ ടങ് എങ്ങോട്ട് റൈസ് ചെയ്യണം? ടീത്ത് റിഡ്ജിന് നേരെ റൈസ് ചെയ്യണം. അപ്പോൾ ടിപ്പ് ഓഫ് ദ ടങ് ആക്റ്റീവ് ആർട്ടിക്കുലേറ്ററും ടീത്ത് റിഡ്ജ് ഇവിടെ പാസീവ് ആർട്ടിക്കുലേറ്ററും. ദ നെക്സ്റ്റ് ഇസ് പോസ്റ്റ് ആൽവിയോളർ. ഹിയർ ഓൾസോ റിസൗണ്ട് ആണ് പോസ്റ്റ് ആൽവിയോളർ. ഹിയർ ഓൾസോ ദ ടിപ്പ് ഓഫ് ദ ടങ് ഈസ് ദ ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ. ദ റൂഫ് ഓഫ് ദ മൗത്ത് ജസ്റ്റ് ബിഹൈൻഡ് ദ ടീത്ത് റിഡ്ജ് ഈസ് ദ പാസീവ് ആർട്ടിക്കുലേറ്റർ. ഇവിടെ ടിപ്പ് ഓഫ് ദ ടങ് ആണ് ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ. അത് റൈസ് ചെയ്യുന്നത് പിന്നെ ടീത്ത് റിഡ്ജിൻ്റെ പിന്നിലേക്ക്. ദ നെക്സ്റ്റ് വൺ ഇസ് പാലറ്റോ ആൽവിയോളർ. The production of palato-alveolar, tip and blade of the tongue is raised in the direction of teeth ridge. At the same time, front of the tongue is raised in the direction of hard palate. So palato-alveolar sounds produce ചെയ്യുമ്പോഴുള്ള സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ടിപ്പും ബ്ലേഡും നേരെ എന്ത് ചെയ്യും? ടീത്ത് റിഡ്ജിന് നേരെ വരും. അതേസമയം തന്നെ ഫ്രണ്ട് ഓഫ് ദ ടങ് ഹാർഡ് പാലറ്റിന് നേരെ റേസ് ചെയ്യും. എക്സാമ്പിൾസ് ച, ജ, ഷ, ജ. പിന്നെ നമുക്ക് നോക്കേണ്ടത് പാലറ്റലാണ്. പാലറ്റൽ സൗണ്ട്സ് ഇൻ ഇംഗ്ലീഷ് ഈസ് യ. യ എന്ന സൗണ്ടാണ് പാലറ്റൽ സൗണ്ട്. ഹിയർ ദ ഫ്രണ്ട് ഓഫ് ദ ടങ് ഈസ് റൈസ്ഡ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ഹാർഡ് പാലറ്റ്. ഇവിടെ ഫ്രണ്ട് ഓഫ് ദ ടങ് നേരെ ഹാർഡ് പാലറ്റ് നേരെ വരും. ഫ്രണ്ട് ഓഫ് ദ ടങ് പിന്നെ ആക്റ്റീവ് ആർട്ടിക്കുലേറ്ററും ഹാർഡ് പാലറ്റ് പാസീവ് ആർട്ടിക്കുലേറ്ററും. ദ നെക്സ്റ്റ് ഈസ് വീലാർ. Velar sounds is produced. Back of the tongue is the active articulator, which is raised in the direction of soft palate. ഇവിടെ back of the tongue active articulator ആവുന്നു, soft palate passive articulator ആവുന്നു. എക്സാമ്പിൾസ് ക, ഗ, ക, ഗ, ങ ആണ്. ക, ഗ, ങ. ഓക്കെ. The next sound is glottal. Glottal sound is produced in glottis. That is, active articulator and passive articulators are vocal cords. ഈ glottal sounds produce ചെയ്യുന്ന ഗ്ലോട്ടിസിലാണ്. ആക്റ്റീവ് ആർട്ടിക്കുലേറ്ററും പാസീവ് ആർട്ടിക്കുലേറ്ററും ഈ വോക്കൽ കോഡ്സ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ കൊടുക്കുക. താങ്ക് യു വെരി മച്ച്.